ഇവിടെ ടൈൽസിൻ്റെ പണിയൊക്കെ നടക്കുന്നു. ടൈൽസൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ഇത് കണ്ടോ, ടൈൽസിൻ്റെ പണിയൊക്കെ നടക്കുന്നു. ഫ്ലോറിലൊക്കെ ടൈൽസ് ഇട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇത് വിരിച്ചിരിക്കണം, മാറ്റ് വിരിച്ചിരിക്കണം. പണി നടക്കുന്നുള്ളതുകൊണ്ട് ടൈൽസ് പൊട്ടാതെയൊക്കെ ചീറ്റാതിരിക്കാൻ വെച്ചിരിക്കണം. അപ്പോൾ പണി ഇങ്ങനെ ഇവിടെ ടൈൽസൊക്കെ ഇട്ട് വേറെ പോകണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ടു. ബാത്റൂമിലും ടൈൽസൊക്കെ ഇട്ട് വരുന്നു. ഇത് കണ്ട ഇങ്ങനെ ഇട്ട് വരുന്നുണ്ട് എല്ലാം. അടുക്കളയിൽ കുറച്ചൊക്കെ ഇട്ടു, ഇനി ഇടണം. നിറച്ച് ചെളിയൊക്കെ ആയിട്ടിരിക്കണം. അമ്മമാർ പണിയൊക്കെ ചെയ്തിട്ടേ എല്ലാം കൂടെ ഇങ്ങനെ വാരി വലിച്ചൊക്കെ ഇട്ടേക്കണം. അപ്പോൾ ഇങ്ങനെ പണി നടക്കുന്നു. ടൈൽസിൻ്റെ ഫ്ലോറ് കഴിഞ്ഞു, അപ്പുറത്തെ ഒരു ഫ്ലോറ് ബാക്കിയുണ്ട് കേട്ടോ. വേണ്ട, ടൈൽസിൻ്റെ പണി ഈ കളറാണ് ടൈൽസ്, ഈ കളറാണ് ടൈൽസ്. തടിപ്പണി തുടങ്ങിക്കൊണ്ടിരിക്കണം. തടിയുടെ പണിയാണ്, തടിയുടെ പണിയാണ്. ഇവിടെയൊക്കെ ഈ മോളൊക്കെ അടക്കാനും പിടിക്കാനും ഉള്ള തടിപ്പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തടിയുടെ പണികൾ നടക്കുന്നുണ്ട്. ഇതേ അവിടെ തടികളും കാര്യങ്ങളൊക്കെ വച്ചേക്കുന്നു. അയച്ചു തരാമേ. ഇത് കണ്ടോ, ടൈൽസൊക്കെ ഇട്ട് ഇങ്ങനെ വരുന്നുണ്ട്. കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പുറത്തെ അടുക്കളയിൽ ടൈൽസ് ഇട്ട് ഇപ്പോൾ ലൈൻ തൽക്കാലത്തേക്ക് നമുക്ക് ഇവിടെ തന്നുകൊണ്ട് ഇരിക്കുന്നു കേട്ടോ. ഇങ്ങനെ പണികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഇവിടെയൊക്കെ ഒരു അലമാരി പോലെ പണിയാൻ വേണ്ടി നമ്മൾ തടിയുടെ കാര്യങ്ങൾ ഇതൊക്കെ മറക്കാനുള്ള ബോക്സൊക്കെ പണിയുന്നതായിട്ട്. അപ്പം അങ്ങനെ പണികൾ ഇവിടെ നിറച്ചിപ്പോൾ ഒത്തിരി പണിക്കാരാണ്. അങ്ങനെയുള്ള ഈ തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ പോകുന്ന പണികൾ. ഇപ്പുറത്തെ ഫ്ലോറ് കഴിഞ്ഞു, അപ്പുറത്ത് ഇനി 2 റൂമും കൂടെ ഉണ്ട് ഫ്ലോർ ടൈൽസ് ഇടാൻ. ഇത് വെള്ളയാണ് കേട്ടോ, നമ്മളത് ഈ കളറാണ്. ഇത് കണ്ടോ, ഇത് മാറ്റ് വിരിച്ചിരിക്കുന്നതാണ്, വിരിച്ചിരിക്കുന്നുള്ളതുകൊണ്ടാണ് മാറ്റ്. ഇത് കണ്ടോ, ഇതാണ് ടൈൽസ്. അപ്പോൾ ഇങ്ങനെ പണികൾ നടക്കുന്നു ധൂംധാമായിട്ട്. ഇതൊക്കെയാണ് നമ്മുടെ താഴത്തെ വീടിൻ്റെ പണികൾ നടക്കുന്നു കേട്ടാ. ആദ്യം ഒന്ന് നിൽക്കുന്നുണ്ടോ അവന്, ആദ്യം ഒന്ന് കയറി നിന്ന് അച്ഛൻ കണ്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് രാത്രിയിലുള്ള മോഹം കഴുകലും ഒക്കെ. ഇത് കണ്ടോ, എൻ്റെ ദൈവമേ, ഒരു ഉടുപ്പും ഇട്ട് ഓ എന്താണ് തുടച്ചു തരാം. എന്തൊക്കെ കാണിക്കണം നോക്ക്. എടാ നീ ഒന്ന് ഉമ്മ കൊടുത്താൽ അവന് തീർന്നതും. ചേട്ടന് ഒരിടത്ത് പോകാൻ വേണ്ടിയാണ് ഒരു പാർട്ടി. ഓ മോൻ്റെ ബോയ് എന്തേ? ആ, അത് പൊട്ടിച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. ചേട്ടേ നോക്കുന്ന്. മോൻ്റെ ബോയ് എന്തേ പൊക്കി കാണിച്ചു തരണ്ട. എവിടെ നോക്കട്ടെ മമ്മ കഴുത്ത്? എവിടെ എവിടെ ഇരുന്ന് കാണിച്ചു തന്നേ. എവിടെ കഴുത്ത്? എവിടെ ബോയ് എവിടെ? ബോ ഇവിടെ കെട്ടിയിരുന്ന ബോയ് എന്തേ? അതവിടെ പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട്, അതിന് തയ്ക്കണം. എവിടെ ബോയ്? ഇല്ല. നിൽക്കുന്ന കണ്ടില്ലേ? ചേട്ടൻ മോഹം കഴുകണം, അതാടാ അവന് നിൽക്കുന്നത് മോഹം കഴുകാൻ. ഒന്ന് കഴുകിക്കൂടെ വെച്ചു. ചേട്ടൻ മോഹം കഴുകുന്ന ഫേസ് വാഷ് ഇട്ടാണ്, മോനത് കഴുകിക്കൂടാ. ഇത് കണ്ടില്ലേ? ഫേസ് വാഷ് ഇട്ട് കഴുകി കഴിഞ്ഞാൽ പോവും പൊന്നോ. എനിക്ക് വയ്യ, ഇതെന്തോ എന്നടാ. ചേട്ടാ കഴുകി ചേട്ടാ ഒന്ന് കഴുകിക്കൂടെ മോഹം. കഴുകി മതി. ഫേസ് വാഷ് ഇട്ട് കഴുകിക്കൂടെ മോന്, അത് വേറെ ഫേസ് വാഷാണ്. ശരി അതേ. പിന്നെ എടാ ഇത് തന്നെ പരിപാടിയാണ്, കണ്ടില്ലേ? അയ്യോ ദേ ഓട്ടം, കണ്ടില്ലേ? വായി നോക്കി നിൽപ്പുണ്ടൊക്കെ കണ്ടോ. അവനിപ്പോൾ പുറത്ത് പോകണം. മോനെ ഒരു ദിവസം കൊണ്ടുപോവാം, നമുക്ക് വണ്ടിയിൽ പോവാം. ബാ ചേട്ടൻ ഇപ്പോൾ പാർട്ടിക്കൊക്കെ പോകുന്നതാടാ. അതാ കമ്മൽ കൊടുക്കുക, കമ്മൽ ചേട്ടൻ്റെ ഇത് ചേട്ടൻ്റെ കമ്മലാടാ. ഓ
ചേട്ടാ പുറത്ത് പോകുന്നതിൻ്റെ ഇതാണ് കണ്ടോ, പുറത്ത് പോകുന്നുണ്ട് ഇവന്. ചേട്ടൻ കമ്മല് ഇടുന്നതാണ്. ചേട്ടൻ ഫേസ് വാഷ് ചെയ്തപ്പോൾ അവനും ചെയ്യണം. ചേട്ടൻ ഫേസ് വാഷ് രാത്രി വന്നിട്ട് ചേട്ടൻ കളിപ്പിക്കോട്ടെ. ചേട്ടൻ പാർട്ടിക്ക് പോകണം. ഒരാളെ നമ്മളൊക്കെ ഫുഡ് കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാളെ കാണാനില്ല കുറേ നേരമായിട്ട്. അച്ഛൻ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു, അവൻ ഈ ബോണൊക്കെ വെച്ച് കളിച്ച് കിടക്കുന്നു. ഇത് കണ്ടോ, തണുപ്പായതുകൊണ്ട് അവൻ എന്ത് ചെയ്തെന്നറിയാമോ, ഇവിടെ വന്ന് ഈ തലകണയോട് ചേർന്ന് ഇതിൽ കാലൊക്കെ വെച്ച് കിടക്കുന്നു. തണുപ്പ് അതുകൊണ്ടാണ് കൊച്ചിങ്ങനെ വന്ന് കിടക്കുന്നത് കേട്ടോ. അപ്പം ഞാനിവിടെ തുണി മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാഡി വന്ന് വേറെ ഷീറ്റും മാറ്റണം. ഇത് കണ്ടോ, ആ റസായിയുടെ കൂട്ടത്തിൽ. അപ്പം നമ്മളിനി ജാനുവരിയൊക്കെ ആകുമ്പോൾ ഇതൊക്കെ മാറ്റി വലിയ കമ്പിളി എടുക്കും കേട്ടോ. ഇത് നല്ല ചൂടാണ്. ഇതൊക്കെ മാറ്റി ഇനിയിപ്പോൾ വലിയ കമ്പിളിയൊക്കെ പുറത്തേക്ക് ഇറക്കും. ഒന്നാമത്തെ പുറത്തേക്ക് ഇറക്കാത്ത ഇപ്പോൾ താഴെ പണിതിട്ട് മുകളിൽ മൊത്തം പൊടി കയറുന്നു. പൊടിയെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ താഴത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു പണിക്കാരനെ വിളിച്ച് ഇവിടുത്തെ ജനലുകൾ, വാതിലുകൾ, അടുക്കളയുടെ ടൈൽസ് ഒക്കെ കഴുകേണ്ടിയിരിക്കുന്നു. അത്ര പൊടി കയറുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡ്രൈ ക്ലീൻ ചെയ്ത് അത് ഒരിടത്ത് വച്ചിരിക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് എടുത്തില്ല. ബാഗിൻ്റെ അകത്തൊക്കെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി എടുക്കണം. എന്നും പൊടി കയറണം കേട്ടോ. ഡെയിലി നമ്മൾ ഡ്രസ്സിങ് ടേബിളും അതൊക്കെ തുടച്ചിരുന്നാൽ രാവിലെ തുടച്ച് വൈകുന്നേരം നോക്കുമ്പോൾ പിന്നെയും പൊടി കയറി വരുന്നു. അപ്പോൾ കൊച്ചിൻ്റെ കിടപ്പ് കണ്ടോ, ഇത് കണ്ടോ കിടക്കുന്നു. ഇത് കാണാൻ ഞാൻ ഇവിടെ വന്നിട്ട് ഈ വരാന്തയിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്യാൻ വന്ന് ഇവനെ കുറച്ച് നേരമായിട്ട് കാണാനില്ല. അപ്പോൾ വന്ന് കിടക്കുന്ന സ്റ്റൈല് കണ്ടോ, പാവങ്ങൾ കേട്ടോ. ചേട്ടൻ ടൈ അകത്തേക്ക് ടൈ കെട്ടുന്നുള്ളതുകൊണ്ട് അവന് വേണം. അവന് ഇവിടെ എന്നെ തല പൊക്കി കാണിക്കണം. അവൻ്റെ ബോ പൊട്ടിപ്പോയല്ലോ, അപ്പോൾ ബോ നാളെ ഒന്ന് തയ്ക്കണം. എലാസ്റ്റിക് ഉണ്ടായിരുന്നു കഴുത്തിൽ, അതിൻ്റെ ആ തുണി കോട്ടൺ ഇളകിപ്പോയായിരുന്നു. നല്ല കാലൊക്കെ തണുക്കാൻ തുടങ്ങി. അവന് ബെഡ് മേടിച്ചു കൊടുത്താൽ ബെഡിൽ കിടക്കുന്നില്ല കേട്ടോ. ബെഡിൽ കുറച്ച് നേരം ഇരുന്ന് കളിക്കും. അത് കഴിഞ്ഞിട്ട് അവന് നീണ്ട് നിവർന്ന് ഇങ്ങനെ ഈ റസായിയും ഈ തലകണിയിൽ കാലും കൈയൊക്കെ വെച്ച് ഇങ്ങനെ കിടക്കണം. അവനതാണ് ഇഷ്ടം. തലകണിയിൽ തല വെക്കാനില്ലാത്തതുകൊണ്ടാണ് പില്ലോയിൽ തല വെക്കാതെ ഇങ്ങനെ വന്ന് കിടക്കുന്നത്. ഞാനെടുത്ത് തലയിൽ വെച്ച് കൊടുത്താൽ അങ്ങോട്ട് ഇരിക്കും. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം. അപ്പോൾ എൻ്റെ വീടിൻ്റെ പണിയൊക്കെ കണ്ടോ, ആകെ വൃത്തികെട്ട് കിടക്കുന്നത് കണ്ടോ. ടൈൽസൊക്കെ ഫ്ലോറിൽ ഇട്ട് കഴിഞ്ഞു. ഇനി ഒരു റൂമും കൂടെ ഉള്ളൂ. ബാത്റൂമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് തടി മേസ്തിരി, ഇനി ഗ്രില്ല് മേസ്തിരി വരുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഇനി പെയിൻറ്റ് മേസ്തിരികൾ, പിന്നെ ഇനി അടുക്കളയിൽ ബോക്സൊക്കെ എല്ലാം കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ പുറത്ത് മാറ്റിട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ശരിക്കും കാണാനും പറ്റില്ല. നല്ല വെളുത്ത ഇതൊക്കെ പോയി ഒരു ചെളിയും ഒക്കെ അല്ലേ. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് വൃത്തിയാക്കുമ്പോഴേ ശരിക്കും അറിയാൻ പറ്റുള്ളൂ. എന്നാലും പണി ഏതുവരെയൊക്കെ ആയെന്നാണ് ഞാൻ കാണിച്ചു തന്നെ കേട്ടോ. ഡെയിലി 5-6 പണിക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് ലോങ് വീഡിയോ, ഒന്നാമത്തെ ഇവൻ തണുപ്പായതുകൊണ്ട് നല്ലവണ്ണം ഉറക്കമാണ് കേട്ടോ എപ്പോഴും. പിന്നെ എനിക്ക് എന്ന് പറഞ്ഞാൽ പണിക്കാർ താഴെ ബാത്റൂമൊക്കെ ഇപ്പോൾ നമ്മൾ പൊട്ടിച്ചിട്ടിക്കുന്നുള്ളതുകൊണ്ട് അവിടെ ക്ലോസറ്റൊന്നും വെച്ചിട്ടില്ലല്ലോ. ലൈനൊക്കെ ഇപ്പോൾ പഴയ ലൈനൊക്കെ നമ്മൾ പൊട്ടിച്ചു. അപ്പോൾ പുതിയ ലൈനൊക്കെ എടുക്കുന്ന പഴയ ഡ്രെയിനേജ് നമ്മൾ ബ്ലോക്കാക്കിയിട്ട് ഇനി പുതിയ ഡ്രെയിനേജ് കിട്ടും. പഴയ ഡ്രെയിനേജ് കുറേ വർഷങ്ങളായില്ലേ. അപ്പം അങ്ങനെയൊക്കെയുള്ള പരിപാടി കാരണം ഇവർ ബാത്റൂമിൽ പോകണമെങ്കിൽ നമ്മുടെ ഈ കോമൺ ബാത്റൂമിൽ മുകളിലാണ് വരുന്നത്. അപ്പോൾ ഒരാളെപ്പോഴും ഇവിടെ ഇരിക്കണം. കാരണം ഇവനപ്പോൾ അവരാദ്യമേ വിളിക്കും, ബോധി അല്ലെ ദീദി ചേച്ചി ഒന്ന് അവനെ അകത്തേക്ക് കയറ്റും. അപ്പം ഞങ്ങൾ ഈ ബെഡ്റൂമിൽ ചേച്ചിയുടെ അടുത്തോട്ടോ അവിടെ ചേച്ചിയുടെ അടുത്തോട്ടോ കയറ്റിയിട്ട് അവർ ബാത്റൂമിൽ പോകും. അവർ ആ കോമൺ ബാത്റൂമിൽ പോകും. പിന്നെ എനിക്ക് ആ ബാത്റൂമൊക്കെ അപ്പം കഴുകേണ്ടിയൊക്കെ ഇരിക്കുന്നു. പിന്നെ അവർ ചായ, തണുപ്പല്ലേ, അവർക്ക് ചായ ഭയങ്കര നിശയാണ്. അപ്പോൾ ചായ കൊടുക്കണം. അങ്ങനെയൊക്കെ ഒത്തിരി പണികൾ. അവർക്ക് വെള്ളം കൊടുക്കാനുള്ള ബോട്ടിലൊക്കെ കഴുകി വെള്ളം ഒക്കെ കടിയിൽ നിന്ന് പിടിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള പണികൾ ഇഷ്ടം പോലെയുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ലോങ് വീഡിയോ എടുക്കാൻ, ഞാൻ ഷോർട്ട് വീഡിയോ എന്തൊക്കെ ഇടുന്നെന്ന് മാത്രം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയറൊക്കെ കമൻറ്റ് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ സ്ഥിതിയൊക്കെ ഓർത്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എനിക്കറിയാം എന്നെ സ്നേഹിക്കുന്ന, എന്നെ
ഡെയിലി എൻ്റെ വീഡിയോസ് എൻ്റെ മോനെ കാണുന്ന കുറേ എൻ്റെ ചങ്ക് ഫ്രണ്ട്സുകളുണ്ട്. അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്കറിയാം. എന്നാലും ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതൊക്കെ കാണണം കേട്ടോ ഫ്രണ്ട്സ്. ഇപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഈ രാത്രിയും രാവിലെയുള്ള വീഡിയോ ഒക്കെ ഇട്ടാലേ പറ്റുള്ളൂ. അല്ലാതെ രാത്രി മാത്രം നമ്മൾ ഈ ഓടി നടന്നുള്ള പണിയാണ്. അതുമല്ല എല്ലായിടവും തുണി ഇങ്ങനെ കൂടിയിട്ടേക്കണം. കാരണം അലമാരിയൊക്കെ കൊണ്ടുപോയി കേട്ടോ. അലമാരിയൊക്കെ നന്നാക്കാനും പെയിൻ്റ് അടിക്കാനൊക്കെ കൊണ്ടുപോയി. അലമാരി കടയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ അലമാരിയിലുള്ള എല്ലാ തുണികളും നമ്മളിങ്ങനെ കാർട്ടൻസിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വച്ചിരിക്കണം. ഇനി അലമാരിയൊക്കെ വന്ന് അതെല്ലാം ഇനി അലമാരിയിൽ ഒതുക്കി പിടിച്ച് കുറേ പണികളുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു വീട് മോള് ഷിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള പണികളും ഒരു വീട്ടിലെ സാധനങ്ങൾ നമ്മൾ റിപ്പയറിങ് ചെയ്യലും ഒക്കെ അതൊരു ഭയങ്കര പണി തന്നെയാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ താഴെ ആയതുകൊണ്ട് താഴെ നിന്നുള്ള സിമൻറ്റും ചെളിയും മണ്ണും എല്ലാം മുകളിലേക്ക് കൊണ്ടുവരും. അടിക്കൽ തുടക്കുക ഒന്നും പറയണ്ട. എങ്ങനെയെങ്കിലും ഒന്ന് പണി കഴിഞ്ഞാൽ മതിയെന്ന് ഇരിക്കുന്ന അത്ര വീട് ചീത്തായി പോകുന്നു. മുകളിലത്തെ വീട് പിന്നെ മുകളിലത്തത് ഒരു ടൈൽസൊക്കെ ഇളകിയിട്ട് നമ്മൾ അതൊക്കെ ഇപ്പോൾ ആ ബെഡ്റൂമിലൊക്കെ ഇവർ താഴെ അടിച്ചപ്പോഴേ ആ ഒരു സ്ട്രെയിനിൽ മുകളിലത്തെ ടൈൽസ് ജനലിൻ്റെയൊക്കെ ഇളകി വീണായിരുന്നു. അപ്പോൾ അതൊക്കെ വച്ചു. അങ്ങനെ ഇനിയിപ്പോൾ രണ്ടാമത് പെയിൻ്റ് അടിക്കേണ്ടിയിരിക്കുന്നു മുകളിൽ. അങ്ങനെയുള്ള കുറേ പണികളൊക്കെ ഉണ്ട്. പെയിൻ്റ് അടി ഇനി അടുത്ത വർഷമേ ഉള്ളൂ. എല്ലാ പണിയും കൂടെ ഒന്നിച്ച് ചെയ്യാൻ വയ്യ. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. അത്രയൊക്കെ പറയാനുള്ളൂ. ഇനി രാവിലത്തെ എന്തെങ്കിലും കണ്ടൻറ്റ് ഇവൻ കൊണ്ടുവരണമെങ്കിൽ അതും കൂടെ ഞാൻ ഇതിൽ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതും കൂടെ ആഡ് ചെയ്യാം. രാത്രിത്തെ മാത്രമേ പോരല്ലോ. ചായ കുടിക്കാൻ വിളിച്ചില്ലേ? അവന് ബിസ്ക്കറ്റ് വേണം. ബിസ്ക്കറ്റിന് വേണ്ടിയാണ്. പിന്നെ ഉണ്ടല്ലോ, അവൻ്റെ സോക്സൊക്കെ നമ്മൾ കടകളിൽ നോക്കി കേട്ടോ. കിട്ടിയില്ല. കിട്ടുകയാണെങ്കിൽ മേടിക്കാം. 2-3 കടകളിൽ നോക്കി, കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടിയിട്ടില്ല. ഇനി ഓൺലൈൻ വഴിയായിട്ട് കിട്ടുമോ എന്നറിയത്തില്ല. നോക്കട്ടെ. 2-3 കടകളിൽ ഞങ്ങൾ നോക്കിയായിരുന്നു സോക്സൊക്കെ, കിട്ടിയില്ല. അപ്പോൾ ബിസ്ക്കറ്റ് കൊടുക്കട്ടെ. ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ. നാളെ നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം. ചായ കുടിക്കാൻ പോകുന്നു ഞങ്ങൾ. ബൈ.